സ്കീമിലെ ഹൈക്കോടതി ഉത്തരവിൽ അതിവേഗ നീക്കവുമായി സംസ്ഥാന സർക്കാർ. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. അപ്പീൽ നാളെ ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഒരു സാഹചര്യത്തിലാണ് അതിവേഗ നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. ഈ കേസിലെ സാധ്യതകൾ എന്തൊക്കെയാണ്? എന്താണ് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്? ഷപ്ന. ലക്ഷ്മി, ഇന്ന് ഉച്ചയോടെയായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കീം പരീക്ഷാഫലം റദ്ദാക്കിയത്. പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റം റദ്ദാക്കുകയാണ് ചെയ്തത്. അതോടുകൂടി റാങ്ക് പട്ടികയും റദ്ദാക്കുകയും ചെയ്തു. ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ അപ്പീൽ സമർപ്പിക്കും എന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് ഇന്ന് തന്നെ അതിവേഗ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നു. നാളെ ഒരുപക്ഷെ ഈ അപ്പീൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം മാർക്ക് ഏകീകരണം. വിദ്യാർത്ഥികൾ തമ്മിൽ കേരള സിലബസ് അതോടൊപ്പം തന്നെ CBSE സിലബസ്, രണ്ട് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാർക്ക് ഏകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിഷ്കരണം കൊണ്ടുവന്നത് എന്നതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പ്രോസ്പെക്ടസിൽ മാറ്റം എത്തിയത് എന്നും സംസ്ഥാന സർക്കാർ അപ്പീലിൽ പറയുന്നുണ്ട്. കോടതി ഏതായാലും തിരക്കിട്ടാണ് ഇത്തരത്തിലൊരു പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. അവസാന നിമിഷം മാത്രമായിരുന്നു സംസ്ഥാന സർക്കാർ ഇത്തരം മാറ്റം കൊണ്ടുവന്നത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസ്പെക്ടസ് റദ്ദാക്കുകയും ചെയ്തത്. ഏതായാലും നാളെ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിക്കും. തീർച്ചയായും എല്ലാവരും ആകാംക്ഷയോടെ കോടതിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണത്. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.